ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഷോർ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാകുന്ന സമയത്താണ് രാധികയുടെ ഫോൺ വരുന്നത്. അപ്പം കിഷോർ ഫോൺ എടുത്ത് നോക്കിയിട്ട് എടുക്കുകയാണ്. ഹലോ, എന്താ മാം എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോണിൻ്റെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് അവർണിക വരുന്നുണ്ട്. അപ്പം കിഷോർ ചോദിക്കുകയാണ് എന്താ മാഡം ചോദിക്കുന്ന സമയത്ത് രാധികയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവർണിക തെറ്റിദ്ധരിക്കുന്നത് ഗീതു വിളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം കിഷോർ മാം എന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അങ്ങോട്ടേക്ക്. അപ്പം രാധിക ചോദിക്കുന്നുണ്ട്, ഗീതുവിന് നമുക്കൊരു മൂക്ക് കയറിടണ്ടേ? രാധിക പറയാണ്, അവളെ ഒന്ന് അടക്കി നിർത്താനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, മാം പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവർണിക സൂക്ഷ്മമായി കേട്ട് നിൽക്കുകയാണ്. കാരണം ഗീതുവാണ് സംസാരിക്കുന്നതെന്നാണ് അവർണിക തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ രാധിക പറയാണ്, ഗീതു ആരോടും പറയാതെ ഇപ്പോൾ ആർക്കൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുക. അപ്പോൾ കിഷോറിൻ്റെ അടുത്ത കൗശലം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൾ തിരിച്ചു വരുന്ന അത്രയും സമയം നീ ഓഫീസിലോ വീട്ടിലോ നിൽക്കാൻ പാടില്ല. എന്നിട്ട് അത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പുറത്ത് കറങ്ങാൻ പോയി എന്നുള്ള ധാരണയിൽ എത്തിക്കണം. അപ്പോൾ കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് മാത്രമല്ല, പുറത്ത് വെച്ച് ഗീതുവിനെ എവിടെ നിന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറ്റിയാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി കിട്ടിയാൽ അത്രയും നന്നായിരിക്കും. ഞാൻ ശ്രമിക്കാം. കിഷോർ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമുക്കിന്ന് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ രണ്ടുപേരും പുറത്ത് ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊരു പ്രചരണമാണ്. നമുക്കത് അങ്ങനെ വരുത്തി തീർക്കണം. അപ്പോൾ കിഷോർ പറയാണ്, ഓക്കെ മാം, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. കിഷോർ കോള് കെട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും നേരെ കാണുന്നത് അവർണികയാണ്. കാരണം അവർണിക അത്രയും നേരം ആ ഫോൺ സംഭാഷണം അവിടെ നിന്ന് ഒളിഞ്ഞു കേട്ടതിന് ശേഷം മുറിയിലേക്ക് കയറി വരികയാണ്. അപ്പോൾ കിഷോർ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർണിക ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എവിടേക്കാ? അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ് മാഡം വിളിച്ചിരുന്നു. അപ്പോൾ അവർണിക ചോദിക്കുക, എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ചില്ലേ? മേലധികാരികളെ ചോദ്യം ചെയ്യരുതെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പോൾ ദേഷ്യത്തോട് അവർണിക പറയുന്നുണ്ട്, അത് വർക്കിൻ്റെ കാര്യത്തിലാണ്, ഇതും വർക്കിൻ്റെ ഭാഗമാണ്. കിഷോർ തിരിച്ചു പറയാണ്. അപ്പോൾ അവർണിക ചോദിക്കുക, അതിൻ്റെ സമയവും കാലമൊക്കെ ഇല്ലേ? ഞാൻ ടൈം നോക്കി വർക്ക് ചെയ്യുന്ന ആളല്ലെന്ന് നിനക്കറിയാലോ. ചെയ്യുന്ന തൊഴിലിലുള്ള പെർഫെക്ഷൻ, അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പം അവർണിക ദേഷ്യത്തോടെ പറയാണ്, ഇത്ര നേരത്തെ ചെന്ന് ചെയ്തു തീർക്കേണ്ട ജോലി എന്താണെന്ന് ഞാൻ ഗീതാഞ്ജലിയോടൊന്ന് ചോദിക്കട്ടെ. അവർണിക ഫോൺ എടുത്തിട്ട് ഗീതുവിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കിഷോർ തടയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർണിക, നീ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഗീതാഞ്ജലി മാഡത്തിന് മനസ്സിലാവില്ലേ? ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള മടി കാരണം ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചതാണെന്ന് മാഡം കരുതും. അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി വെക്കണോ? എന്നെ സംബന്ധിച്ച് വർക്കാണ് പ്രധാനം. അതിന് കാലവും നേരവും ഒന്നും ഞാൻ നോക്കാറില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും മാഡത്തെ തൃപ്തിപ്പെടുത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. കിഷോറിൻ്റെ വാക്കുകളെല്ലാം അവർണിക ഡുവൽ മീൻസിൽ, അതായത് രണ്ടാമത്തെ അർത്ഥത്തിലാണ് എടുക്കുന്നത്. പക്ഷേ ആ അർത്ഥം എടുക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് കിഷോർ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതും. അതും പറഞ്ഞ് കിഷോർ അവിടുന്ന് പോവുകയാണ്. താൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ഓർമ്മയിലും ആ ഒരു ചിന്തയിലും തന്നെയാണ് അവർണിക അപ്പോഴുള്ളത്. അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ബെഡിൽ ഇരിക്കുന്ന സമയത്താണ് കിഷോർ ഇന്നലെ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന ആ ഷർട്ട് ഹാങ്ങറിൽ കിടക്കുന്നത് കാണുന്നത്. അപ്പം അവർണിക പോയിട്ട് വേഗം ആ ഷർട്ട് എടുക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ ആ ഷർട്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടുകയാണ്, ഗീതുവിനെ ചുരുട്ടുക എന്നുള്ള ആ ഒരു ദേഷ്യത്തോടെ. കാരണം അത് സ്മെല്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഗീതുവിൻ്റെ ആ പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെറുപ്പ് വരികയാണ് ആ ഷർട്ടിനോട്. അപ്പോൾ ആ ഷർട്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടുന്ന സമയത്താണ് പെട്ടെന്ന് അവർണികയുടെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത്. അതിൻ്റെ മുകളിൽ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പം ഗീതു അധികം വെക്കാറുള്ള ടൈപ്പ് ഒരു പൊട്ടാണത്. അത് കാണുന്ന സമയത്ത് അവർണികയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. ഒരു എന്താ പറയുക, നമ്മൾ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നുള്ള ആ ഒരു വെറുപ്പുണ്ടാവുമല്ലോ, അത് അത്രത്തോളം അധികമായിരിക്കുമല്ലോ. ആ വെറുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ഗീതു ചെമ്പകശ്ശേരിയിലേക്കാണ് രാവിലെ എഴുന്നേറ്റിട്ട് ആരോടും പറയാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ചെമ്പകശ്ശേരിയിലെത്തിയ സമയത്ത് ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ കണ്ണുകൊണ്ട് ഇടങ്കണ്ണിട്ടിട്ടൊക്കെയാണ് നമ്മുടെ വിജയലക്ഷ്മി നോക്കുന്നത്. കാരണം ഗീതു എന്തെങ്കിലും അറിഞ്ഞോ, ആ ഒരു പേടി എപ്പോഴും. കാരണം നമ്മളൊരു കളവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് അത്രയും ഇൻറ്റിമസി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പം അവരത് പിടിച്ചോ എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ഒരു കണ്ണിലൂടെയാണ് വിജയലക്ഷ്മി ഗീതുവിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഗീതു വന്നപ്പോൾ സാധാരണ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. രഞ്ജുവിനോടെ അവളുടെ ബയോഡാറ്റ എന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈഗോ കാരണം ബയോഡാറ്റ അവൾ നേരിട്ട് കണ്ണേട്ടന് കൊടുത്തു. പക്ഷെ ഞാനാരാ മോള്? കണ്ണേട്ടൻ്റെ മൊബൈലിൽ നിന്നും ഞാൻ അവളുടെ ബയോഡാറ്റ പൊക്കി അവളുടെ അഡ്രസ്സും കണ്ടുപിടിച്ചു. ആ സമയത്ത് വിജയലക്ഷ്മി ഒരു വിഗ്രഹം അതായത് ഒരു ചിത്രം, അതായത് ദൈവത്തിൻ്റെ ഒരു ചിത്രം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് അത് വഴുതി വീഴാൻ പോവുകയാണ്. കാരണം അതിൽ നിന്നും രഞ്ജുവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനർത്ഥം വിജയലക്ഷ്മിയുടെ മകളാന്നുള്ളത് ഗീതു അറിഞ്ഞു എന്നാണല്ലോ. എന്നിട്ട് ഗീതു സ്നേഹത്തോടെ തന്നെ പറയുന്നുണ്ട്, സൂക്ഷിക്കണ്ടേ, ഇങ്ങതാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം. വിജയലക്ഷ്മി ഇങ്ങനെ പതറി നിൽക്കുകയാണ്. ആ സമയത്ത് എങ്ങും തൊടാത്ത രീതിയിൽ ഗീതു പറയാണ്, പഠിച്ച കള്ളിയാ. അപ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കിയിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ ഗീതുവിൻ്റെ നേരെ തന്നെ നോക്കുന്ന കാണുമ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയും, ഏയ് അവളെ രഞ്ജു പഠിച്ച കള്ളിയാന്ന്. ചെറുതായിട്ട് വിജയലക്ഷ്മിക്ക് ഇങ്ങനെ പേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, രഞ്ജു പേയിങ് ഗസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള വീട്ടിലെ അഡ്രസ്സാണ് അവൾ കൊടുത്തിരിക്കുന്നത്.
ചെറുതായിട്ടൊരു സമാധാനം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊരു ആശ്വാസം. അപ്പോൾ ഗീതു പറയാണ്, ഞാൻ വിടുവോ? ഞാൻ അവൾ പേയിങ് ഗസ്റ്റായിട്ട് നിന്ന വീട്ടിൽ പോയി ചെറിയൊരു അന്വേഷണം നടത്തി. അപ്പോഴാ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ കിട്ടിയത്. വിജയലക്ഷ്മി ഇങ്ങനെ മുട്ടടിച്ച് നിൽക്കുകയാണ്, എന്തായിരിക്കും അടുത്ത ഗീതു പറയുന്നത് പേടിച്ചിട്ട്. അപ്പോൾ ഗീതു പറയാം, അപ്പോഴാണ് രഞ്ജുവിനെ ഇനി അവിടെ താമസിപ്പിക്കരുതെന്നും മുറിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് രഞ്ജുവിനെ പുറത്താക്കി വിട്ടത് കണ്ണേട്ടനാണെന്ന് മനസ്സിലായത്. അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, അല്ല അവിടെ താമസിപ്പിച്ച വീട്ടുകാരില്ലേ, വാടകയ്ക്ക് താമസിപ്പിച്ച്, അവർക്കറിയായിരിക്കുമല്ലോ ശിവയുടെ അഡ്രസ്സ്. അപ്പോൾ പെട്ടെന്ന് ഗീതു ചോദിക്കുകയാണ്, ശിവയോ? അപ്പം സാധാരണ വിജയലക്ഷ്മി വിളിക്കുന്ന ആ ഒരു രീതിയിലാണ് ശിവ എന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ശിവരഞ്ജി എന്നാണല്ലോ പേര്. അപ്പോൾ അവർ വിഗ്രഹം ആ ഒരു ഫോട്ടോ തുടക്കുന്നതിനിടയിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ പെട്ടെന്ന് ഗീതു ചോദിക്കുന്നുണ്ട്, ശിവയോ? ആ ശിവ. വിജയലക്ഷ്മി ഓർമ്മയില്ലാതെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഗീതു ചോദിക്കും, ഏത് ശിവ? പെട്ടെന്നാണ് പറഞ്ഞു പോയ അബദ്ധം വിജയലക്ഷ്മിക്ക് മനസ്സിലാവുന്നത്. ശിവ എന്ന് പറയുന്നത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മ ശിവ എന്നല്ലേ പറഞ്ഞത്? അത് ശിവ എന്ന് പറയുമ്പോൾ അതെ ശിവരഞ്ജിനി, ശിവ, നീയല്ലേ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഞാനതിനങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, അത് ഇപ്പോഴാണോ എപ്പോഴാണോന്ന് എനിക്ക് ഓർമ്മയില്ല. നീ പറഞ്ഞോ? നീ പറയാതെ ഞാൻ എങ്ങനെയാ പേരറിയുന്നത്? അപ്പോൾ ഗീതു പറയും, അതെന്തെങ്കിലും ആട്ടെ, ഞാൻ അവളുടെ യഥാർത്ഥ അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, അറിയില്ലെന്നാ പറഞ്ഞേ. പിന്നെ ആ വീട്ടുകാർ ഞാൻ ആരാ, എന്തിനാ വന്നേ എന്നൊക്കെ ചോദിച്ച് ആകെ ബഹളാക്കി. എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, അതെ നിനക്ക് എന്തുമാത്രം തിരക്കുകളുള്ളതാ, നീ ഇനി ഇതിൻ്റെ പിന്നാലെ പോവാതെ ഓഫീസിലെ കാര്യങ്ങളിൽ കുറച്ചുകൂടി നീ ഒന്ന് ശ്രദ്ധിക്കേ. വിജയലക്ഷ്മിയുടെ ആ പതർച്ചയൊക്കെ ഗീതു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അതായത് അവരിങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പക്ഷേ ഗീതു ഒരു കൗശലത്തോടെ അത്രയും നമ്മൾ വിശ്വസിച്ച് ഒരാൾ ചതിച്ചതിലുള്ള ആ ഒരു ഈഗോ ദേഷ്യവും ഒക്കെ കൂടെ കലർത്തിയിട്ട് പറയാണ്, നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോൾ അവരിങ്ങനെ പതറിക്കൊണ്ട് വേഗം കണ്ണടയൊക്കെ എടുത്തിട്ട് തുടക്കുകയാണ്, ഒരു പേടിയും വെപ്രാളമൊക്കെ കൂടെ. അപ്പം ഗീതു അവരുടെ കയ്യിൽ നിന്ന് ആ ചിത്രം വാങ്ങിച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ്. ഇങ്ങത്താ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ഗീതു പറയാണ്, ഇന്ന് രാവിലെ ആ ലോകം എൻ്റെ കൂടെ ആയിരുന്നു. പേടിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മി ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുന്നത്. അപ്പോഴും ഗീതു അവരെ നോക്കാതെ പറയാണ്, ഞാൻ അറിഞ്ഞു. അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ എല്ലാ ധൈര്യവും മൊത്തമായിട്ട് ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗീതു ആലോചിക്കുകയാണ്, അതായത് രഞ്ജു പേയിങ് ഗസ്റ്റായിട്ട് നിന്ന വീട്ടിൽ പോയിട്ട് ഗീതു രഞ്ജുവിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടുകാരൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗീതു പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് നിരാശയോടെയാണ് ഗീതുവിന് മടങ്ങേണ്ടി വന്നത്. അത് കഴിഞ്ഞ് വണ്ടീൻ്റെ അരികിലേക്ക് വന്നു നിന്നിട്ട് ഗീതു സ്വയം ചിന്തിക്കുകയാണ്, ഇന്നത്തോടെ രഞ്ജുവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം വെറുതെ ആയിപ്പോയി. ഗീതു ഇങ്ങനെ നിരാശയോടുകൂടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നത്, ഗീതു. ഗീതു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അജാസ് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അജാസ് പറയാണ്, ഗീതു രാവിലെ തന്നെ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഗോവിന്ദ് സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതു ഒന്നും പറയാതെ നിരാശയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അപ്പം എനിക്കറിയായിരുന്നു ഇങ്ങോട്ടാണ് വരിക എന്ന്. അപ്പം ഗീതു ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു ഇക്ക എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അജാസ് ചിരിച്ചുകൊണ്ട് പറയും, ഇന്നലെ ഞാൻ ഈ വഴിയൊക്കെ സഞ്ചരിച്ചതാ. അപ്പം ഗീതു നിരാശയോടുകൂടി പറയാണ്, ഈ വഴിയെന്നല്ല, ഏത് വഴിയെ പോയിട്ടും ഒരു കാര്യവും ഇല്ല, എന്നും തോൽക്കാനാ എൻ്റെ വിധി. ഗീതു നിരാശയോടുകൂടി അവിടെ സ്കൂട്ടറിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അജാസ് സമാധാനിപ്പിക്കുന്നുണ്ട്, ഏയ് ഇങ്ങനെ നിരാശപ്പെടല്ലേ, ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും. അപ്പം ഗീതു വീണ്ടും ആ സങ്കടത്തോടെ പറയാണ്, ഇല്ല അജാസ്ക, എനിക്ക് തോൽവി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചിരിച്ചുകൊണ്ട് അജാസ് പറയാണ്, എങ്കിലേ ജയിപ്പിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഗീതു ഇങ്ങനെ അയാളെ നോക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എന്നെ ഇക്ക എന്ന് വിളിച്ച് എൻ്റെ കൂടപ്പിറപ്പിനെ ഒന്ന് ജയിപ്പിക്കാനായി. ചെമ്പകശ്ശേരിയിൽ വെച്ച് ഞാൻ കണ്ടത് രഞ്ജുവിനെ തന്നെയായിരുന്നു. അപ്പോൾ ഗീതു ഒന്നുകൂടെ ഷോക്കാവുകയാണ്. അത് എൻ്റെ തോന്നലായിരുന്നില്ല, എൻ്റെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അതിനുശേഷം ആ സഞ്ചരിച്ച വഴികളിലൂടെ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം ഗീതുവിന് മുന്നിൽ അജാസ് പറഞ്ഞു കൊടുക്കുകയാണ്. കേട്ട കാര്യങ്ങളെല്ലാം ഗീതുവിനെ അത്രയേറെ ഷോക്കാക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് വിജയലക്ഷ്മിയോട് പറഞ്ഞു കൊടുത്തതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. വിജയലക്ഷ്മി ഷോക്കായിട്ട് എഴുന്നേൽക്കുകയാണ്. അവസാനം ഗീതു ചോദിക്കുന്നുണ്ട്, ശിവരഞ്ജിനി നിങ്ങളുടെ മോളല്ലേ? ഗീതുവിനെ നോക്കി നിസ്സഹായതയോടെ ഒന്നും പറയാനാകാതെ ഉരുകി ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് കൊതിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്ത് വിജയലക്ഷ്മി. ഗീതുവിനെ ഫേസ് ചെയ്യാൻ പറ്റായിട്ട് അവർ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഗീതു പറയാണ്, നിങ്ങളുടെ ആൽബത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി തരാതെ നിങ്ങൾ ഒഴിഞ്ഞു മാറി. അത് രഞ്ജുവാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നെ മകളെപ്പോലെ സ്നേഹിച്ച് ഒരു കോമാളിയാക്കി വെച്ച് കളി കണ്ട് രസിക്കുമായിരുന്നു അല്ലേ? ഒന്നിനും മറുപടിയില്ലാതെ വിജയലക്ഷ്മി തലതാഴ്ത്തി നിൽക്കുകയാണ്.
അപ്പോൾ ഗീതു വീണ്ടും വീണ്ടും ഓരോ ചാട്ടുളി പോലെയാണ് ചോദ്യങ്ങൾ എറിയുന്നുണ്ടായിരുന്നത്. എന്നെ ഒരു കോമാളിയാക്കി വെച്ച് സ്വന്തം കാര്യങ്ങൾ നടത്താൻ എന്നെ ബലിയാടാക്കുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അപ്പോഴും വിജയലക്ഷ്മി സങ്കടത്തോടെ പറയാണ്, ഗീതു അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കവിളിൽ തൊടുന്ന സമയത്ത് ഗീതു ആ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് അടക്കാൻ പറ്റാത്ത സങ്കടത്തോടെ ഗീതു പറയുന്നുണ്ട്, യഥാർത്ഥ സ്നേഹത്തിൽ കള്ളത്തരയില്ല, നിങ്ങൾ ശരിക്കും ഫേക്കാ. ഗീതുവിൻ്റെ മുന്നിൽ മറുപടി ഒന്നുമില്ലാതെ ഉരുകി നിൽക്കുകയാണ് വിജയലക്ഷ്മി. ആ സമയത്ത് ഗീതു സങ്കടത്തോടെ പറയാണ്, ബാംഗ്ലൂരിൽ വെച്ച് ആ അപകടത്തിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചു. കണ്ണേട്ടനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ച് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കണ്ണേട്ടനെ എൻ്റെ ജീവൻ കൊടുത്തും രക്ഷിക്കണമെന്ന തീരുമാനത്തിൽ എന്നെ അറക്കലേക്ക് അയച്ചു. വിജയലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗീതു വന്ന് മുഖത്തോട് മുഖം വെച്ച് ചോദിക്കുകയാണ്, രാധികാമ്മയെ തകർക്കാനുള്ള ഒരു ആയുധമായാണ് നിങ്ങൾ എന്നെ പറഞ്ഞയച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. വീണ്ടും കരഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോളെ പ്ലീസ്, ഗോവിന്ദിൻ്റെ നിൻ്റെ നന്മ മാത്രമേ അന്നും ഇന്നും എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെയും രാധികയും തമ്മിൽ ശത്രുക്കളാക്കിയിട്ട് എനിക്കെന്ത് നേട്ടം? അടുത്ത ഗീതുവിൻ്റെ മറുപടി വിജയലക്ഷ്മിയെ പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു. എനിക്ക് പകരം അറക്കലെ മരുമകളാക്കി നിങ്ങളുടെ മകൾ രഞ്ജുവിനെ വാഴിക്കാൻ. വിജയലക്ഷ്മി അന്താളിച്ച് പോവാണ്. കാരണം മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഗീതു പറയുന്നുണ്ടായിരുന്നത്. ഗീതു അവരറിയാതെ വിളിച്ചു പോവുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ കണ്ട ദൈവമാണ് രാധികാമ്മ. എന്നെയും രാധികാമ്മയും തമ്മിൽ ശത്രുക്കളാക്കിയാൽ കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിക്കും. അത് പ്രയോജനപ്പെടുത്തി കണ്ണേട്ടനെ വീണ്ടും രഞ്ജുവിൻ്റെ ജീവിതത്തിലെത്തിക്കുക. അതല്ലായിരുന്നോ നിങ്ങളുടെ ലക്ഷ്യം, നേട്ടം? അപ്പോൾ അവരടക്കാൻ പറ്റാത്ത സങ്കടത്തോടെ പറയുന്നുണ്ട്, ഗീതു ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ നീ പറയുന്നത്. ഗീതുവിനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദേഷ്യത്തോടെ തന്നെയാണ് അവൾ സംസാരിക്കുന്നത്. വേണ്ട, ഇനി നിഷേധിക്കേണ്ട. അറക്കലെ രേഖേച്ചിയും കാഞ്ചനാക്കയും പറഞ്ഞത് തന്നെയാണ് സത്യം. കണ്ണേട്ടൻ നേരത്തെ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണിൻ്റെ അമ്മയാണ് നിങ്ങളെന്ന്. വിജയലക്ഷ്മി പൂർണ്ണമായിട്ടും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗീതു ഷോക്കായതുപോലെയാണ് വിജയലക്ഷ്മി ഗീതുവിൻ്റെ ഓരോ വാക്കുകളും കേട്ട് നിൽക്കുന്നത്. ഗീതു അടുത്തതായിട്ട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളും രാധികാമ്മയും തമ്മിലുള്ള പ്രതികാരത്തിൻ്റെ പേരിൽ അന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് ആ ബന്ധം പിരിഞ്ഞു. ഇത്രയും കാലം പ്രതികാരത്തിനൊരവസരവും കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ. എന്നെ കൈ കിട്ടിയപ്പോൾ അറക്കലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറന്നു. അതിലൂടെ രഞ്ജുവിനെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ എത്തിക്കാനായിരുന്നില്ല നിങ്ങളുടെ ഉദ്ദേശം. അവർ സങ്കടത്തോടെ വീണ്ടും പറയാണ്, ഗീതു നീ ഈ കരുതി വെച്ചിരിക്കുന്നതൊന്നും സത്യമല്ല മോളെ. ഗീതു സർവ്വദേശത്തോടു കൂടിയാണ് അവരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത്. ഇനി എന്നോട് സംസാരിക്കാനുള്ള വോയിസ് നിങ്ങൾക്കില്ല മാഡം. അമ്മ എന്നുള്ള വിളിമാറ്റി ഗീതു മാഡം എന്ന് വിളിച്ചപ്പോൾ തന്നെ ഏകദേശം എല്ലാ ബന്ധങ്ങളും ഗീതു ഉപേക്ഷിക്കുക എന്നുള്ളത് വിജയലക്ഷ്മിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗീതു കഴുത്തിലുള്ള താലി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിയമപരമായും അഗ്നിസാക്ഷിയായും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് അറക്കൽ ഗോവിന്ദ് മാധവ് എന്ന എൻ്റെ ഭർത്താവ്. മറ്റാർക്കും ഞാൻ അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഗീതു തെറ്റിദ്ധരിച്ചതിനൊന്നും മറുപടി പറയാനാവാതെ ഉരുകി തീരുകയായിരുന്നു ആ സമയത്തൊക്കെ വിജയലക്ഷ്മി. മനസ്സ് തട്ടിക്കൊണ്ടാണ് ഗീതു പറയുന്നത്, ഇനി ഈശ്വരൻ വിചാരിച്ചാൽ പോലും ഞങ്ങളെ വേർപെടുത്താനാവില്ല. അണിയറയിൽ നടക്കുന്ന മറ്റ് നാടകങ്ങളൊന്നും അറിയാതെയാണ് ഗീതു ഈ സംസാരിക്കുന്നത്. അപ്പോഴും വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഗീതു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, അതാ മോളെ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഗീതു കൈയെടുത്ത് വിലക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, കള്ളക്കഥകളും കള്ളക്കരച്ചിലും ഇവിടെ വെച്ച് നിർത്തിക്കോ. വിജയലക്ഷ്മിയെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഗീതുവും പറയുന്നത്, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാ. ഗീതുവിൻ്റെ വാക്കുകൾ വിജയലക്ഷ്മി കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇനി നമ്മൾ കാണില്ല. തിരിച്ചൊന്നും പറയാനാവാതെ ഒരു കുറ്റവാളിയെപ്പോലെ ഗീതുവിൻ്റെ വാക്കുകൾ കേട്ട് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് വിജയലക്ഷ്മി. ശരിക്കും അത്രയധികം ആത്മബന്ധമുള്ള ഒരു അമ്മയും മകളും പിരിയുമ്പോഴുള്ളൊരു വിഷമഘട്ടം തന്നെയായിരുന്നു അത്. ഗീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം വിജയലക്ഷ്മി പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഗീതു മോളെ. പക്ഷെ അതൊന്നും ഗീതു ചെവിക്കൊള്ളുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർക്ക് തലകറങ്ങാനൊക്കെ പോകുന്നുണ്ട്, കാരണം ഗീതു പോയ ആ ഒരു ഷോക്കിൽ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവർ വീണ്ടും വീണ്ടും ഗീതുവിന് പിന്നാലെ ചെല്ലുകയാണ്. മോളെ മോളെ നീ പറയുന്നതല്ല ശരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഗീതുവിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി. പക്ഷേ ഒന്നും ഗീതു അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഗീതു അവിടെ നിന്ന് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോവുകയാണ്. ഗീതു പോയതിനു ശേഷവും വിജയലക്ഷ്മിക്ക് തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അവർ നേരെ പോയത് പൂജാമുറിയിലേക്കാണ്. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോയല്ലോ അമ്മേ, ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ. രഞ്ജു തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം ഗീതുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കരുതിയതാ, അത് സംഭവിച്ചു. അവൾക്ക് മുന്നിൽ ഞാനിപ്പോൾ വഞ്ചകിയും തെറ്റുകാരിയുമാ. ഇനി ഒരിക്കലും അവൾ എന്നെ കാണാൻ വരില്ല. ഇനി അവളുടെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ഗോവിന്ദ് വിചാരിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ? ആ സമയത്ത് അവരുടെ മനസ്സിൽ വരുന്നത് മാധവൻ നായരുടെ ആ ഒരു ചിതാഭസ്മത്തെ തൊട്ട് ചെയ്ത സത്യമാണ്. ഈ അമ്മ ഇനി ഒരിക്കലും അറക്കൽ കുടുംബത്തിലോ നിന്റെ മേലോ അവകാശം സ്ഥാപിക്കാൻ വരില്ല.
അവരൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. നേരെ പോയി അവരവരുടെ മുറിയിലിരുന്നിട്ട് ഒരുപാട് നേരം പൊട്ടി കരയാണ്. കാരണം ഗീതു പറഞ്ഞു പോയ വാക്കുകളും ഒക്കെ ഓർത്തോർത്ത് കരയാണ്. അതിനുശേഷം വലിപ്പ് തുറന്നിട്ട് മാധവൻ നായരുടെ ആ ചിത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞ് ചിരിച്ച് ചോദിക്കുകയാണ്, വർഷങ്ങൾ ഇത്രേ കഴിഞ്ഞിട്ടും എന്താ മാധവേട്ട നിങ്ങൾ ഗോവിന്ദയിലൂടെ രാധികയെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? നിങ്ങൾക്കറിയാലോ ഞാൻ തെറ്റുകാരിയല്ലെന്ന്. അവനോട് സ്വപ്നത്തിലെങ്കിലും വന്ന് പറ. എന്നിട്ട് ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ പൊട്ടി കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.